നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത് വാർത്തകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത് ഇരകളാണ്. ഒരു ഇരയെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേട്ട തുടങ്ങുകയായി. ഇത് വളരെ മോശം ഒരു ഇടപാടാണ്. ഞാൻ ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിംജിത എന്ന് പറയുന്ന ബ്ലോഗർ ഒരു വ്ളോഗ് ഉണ്ടാക്കി അതിനെ തുടർന്നുണ്ടായ ദീപക് എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യയുമാണ്. ദീപക് ബസ്സിൽ വെച്ച് തന്നെ ഈവ്ടീസ് ചെയ്തു എന്ന കാരണം പറഞ്ഞ് ഷിംജിത ഒരു വ്ളോഗ് ചെയ്യുന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ ദീപക് ആത്മഹത്യ ചെയ്യുന്നു. ദീപക് ആത്മഹത്യ ചെയ്തത് ഷിംജിതയുടെ വ്ളോഗ് കാരണം ആണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു. അവർക്ക് വേണ്ട ഇരയെ അതിലൂടെ കിട്ടി. ഷിംജിതയുടെ നേർക്കുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദീപക് ശരിക്കും ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് അതിലെ വാസ്തവമായ കാര്യമാണ്. ഷിംജിതയുടെ ബ്ലോഗ് കാരണമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടും വരെ അത് കുടുംബാംഗങ്ങളുടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഒരു ആരോപണം മാത്രമെന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവർത്തിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ വേറെയും പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഷിംജിത അതിൽ കുറ്റവാളിയാണ് എന്ന് ഞാൻ സ്ഥാപിക്കില്ല. പിന്നെ ഷിംജിത വീഡിയോ ചെയ്യുന്നതുപോലെ ഇതിനു മുമ്പും പല പെൺകുട്ടികളും വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പെൺകുട്ടികളുടെ പക്ഷത്തായിരുന്നു ന്യായം എങ്കിലും പെൺകുട്ടികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടത്. ഇപ്പൊ വാദിസ്ഥാനത്ത് പെൺകുട്ടിയാണെങ്കിലും പ്രതിസ്ഥാനത്ത് പെൺകുട്ടിയാണെങ്കിലും ആക്രമിക്കുന്നത് പെൺകുട്ടി തന്നെ എന്ന ഒരു രീതി കേരളത്തിൽ കുറച്ചു നാളായി തുടർന്നു വരുന്നുണ്ട്. ഇത് വളരെ മോശമായ ഒരു കാര്യവും ഒരു പ്രവണതയും ആണ്. ഈ പ്രവണത മാറ്റപ്പെടേണ്ടതുണ്ട്. നമ്മൾ ദീപകിന്റെ ആത്മഹത്യയേക്കാൾ ഷിംജിതയുടെ വ്ളോഗിനേക്കാൾ ഈ സ്ത്രീവിരുദ്ധ പ്രവണത കേരളത്തിൽ കണ്ടമാനമായി വളർന്നു വരുന്നുണ്ട്. ആ പ്രവണതയ്ക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ ദീപക്കുമാരുണ്ടാകാതിരിക്കുള്ളൂ, ഷിംജിതമാരും ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രവണത മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത്. ഇത് ശരിക്കും ഒരു സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. ലോക സുരക്ഷയിൽ തന്നെ 181-ൽ 131-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 5 സ്ഥാനത്ത് പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല, നഗരങ്ങളുടെ കാര്യങ്ങൾ എടുത്താലും ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ കേരളത്തിലെ ഒരു നഗരങ്ങളിലും കേരളം വരുന്നില്ല എന്നുള്ളത് കേരളം ഒരു സ്ത്രീ സുരക്ഷിത സംസ്ഥാനമല്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഈ സ്ത്രീ സുരക്ഷിതമല്ലാത്ത സംസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പുരുഷ സുരക്ഷാ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ് ഇവിടെ ശബ്ദമുയർത്തേണ്ടത്. ശരിക്കും പുരുഷ സുരക്ഷാ കമ്മീഷൻ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ കുറച്ചുകൂടി ഒരു സ്ത്രീ സുരക്ഷ ഉണ്ടാക്കുന്ന സമൂഹമാണ് വേണ്ടത്. ആ സമൂഹം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുരുഷ സംരക്ഷണം അവിടെ ഉണ്ടായിക്കുള്ളൂ. സ്ത്രീകളെ ആരാണ് സംരക്ഷിക്കേണ്ടത്? അത് പുരുഷന്മാർ തന്നെയാണ്. അവർക്ക് ആ സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് ചില ബ്ലോഗർമാർക്ക് ഇത്തരം ബ്ലോഗുകൾ ചെയ്യേണ്ടി വരുന്നതും ദീപക് പോലുള്ള ചിലർ ഇതിന് ബലിയാടായി തീരുന്നതും. അപ്പൊ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ഇത്തരം അന്തരീക്ഷമാണ്. നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു സ്ത്രീ വന്ന് സ്വന്തമായി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിന് താഴെ വന്ന് അവളുടെ മുത്തച്ഛന്റെ പ്രായമുള്ള ആൾക്കാർ പോലും സ്വന്തം ഐഡിയിലും ഫേക്ക് ഐഡിയിലും വന്ന് അസഭ്യം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് സ്ത്രീവിരുദ്ധത കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും അഭ്യസ്തവിദ്യരായ ഒരു സമൂഹമുള്ള കേരളത്തിൽ, അതിൽ ഇത്രയും അഭ്യസ്തവിദ്യരും തൊഴിൽ ചെയ്യുന്നവരുമായ സ്ത്രീകളും ഉള്ള ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് പകലും രാത്രിയിലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് അപമാനവും കേരളത്തിലെ പുരുഷന്മാർക്ക് അതിനേക്കാൾ അവമാനവുമാണ്. ഈ അവസ്ഥ മാറ്റാൻ മുന്നോട്ട് വരേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. ഒന്നാമതായിട്ട് പലപ്പോഴും നമ്മുടെ ബസ്സുകളിലും നമ്മുടെ ട്രെയിനുകളിലും ഒക്കെ ജരമ്പന്മാരുടെ ശല്യം നല്ലവണ്ണമുണ്ട്.
അത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളോട്, നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളോട് നിങ്ങൾ സംസാരിക്കുക, അത് അറിയുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ട്രെയിനിലും ബസ്സിലും ഉണ്ടാകുന്നതെന്നുള്ളത്. അങ്ങനെ പുരുഷന്മാർ സ്ത്രീകളോട് തുറന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പുരുഷന്മാരിൽ നിന്നുള്ള ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു പുരുഷാവകാശ കമ്മീഷൻ ഉണ്ടാക്കിയത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. നമ്മുടെ സ്ത്രീകൾ സമൂഹത്തിൽ അവർ പൊതുനിരത്തിലും പൊതുസ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, ചില കുടുംബങ്ങളിൽ പോലും അവർ സുരക്ഷിതരല്ല. ചെറിയ കുട്ടികൾ പോലും കുടുംബങ്ങളിൽ വെച്ച് തന്നെ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ പത്രവാരികൾ വായിക്കുന്നുണ്ട്. ചെറിയ പെൺകുട്ടികളെ, സ്ത്രീകളെ, ഇവർക്കെല്ലാം ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ന്, ഏറ്റവും അടുത്തവരിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ അവർക്ക് തുറന്നു പറയാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കളോട് ആത്മാർത്ഥമായിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് തുറന്ന് സംസാരിച്ച് നോക്കൂ. അവർക്ക് പറയാൻ ഒട്ടേറെ കഥകളുണ്ടാകും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇവിടെ പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് പറയുന്ന അജിത്ത് രാഹുലിനെ പോലുള്ളവർ പറയുന്ന ചില മണ്ടത്തരങ്ങൾ കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും. സോറി, ഇവർ ആദ്യമായിട്ട് ഒരു സഹായം എന്ന നിലയിൽ പുരുഷാവകാശ കമ്മീഷൻ പ്രവർത്തകര് സഹായത്തിലെത്തിയത് സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ്. സവാദിനെ അന്ന് അവർ ഭയങ്കരമായ പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? സവാദ് സമാനമായ കേസുകളിൽ വീണ്ടും ചെന്നെത്തി, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പം പുരുഷാവകാശ കമ്മീഷന്റെ പല പ്രവർത്തനങ്ങളും ഞരമ്പന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവർ പുരുഷാവകാശമാണോ അതോ ഞരമ്പന്മാരെ സംരക്ഷിക്കലാണോ ഇവരുടെ പ്രവർത്തനം എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനമല്ല ഉണ്ടാകേണ്ടത്. നേരെ മറിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനും ജോലി ചെയ്യാനും കുടുംബത്തിൽ ജീവിക്കുവാനും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ പുരുഷന്റെ പ്രശ്നങ്ങൾ തനിയെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പുരുഷന്മാരുടെ അടുത്ത് നിന്നും ഉണ്ടാകേണ്ടത്. എന്ന് മാത്രമല്ല, ഈ പിന്നെ സോഷ്യൽ മീഡിയയിലും പൊതുസ്ഥലങ്ങളിലും കുടുംബങ്ങളിലും സ്ത്രീകളെ അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുകയോ ശല്യം ചെയ്യുന്ന പുരുഷന്മാരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു നീക്കം പുരുഷന്മാരുടെ പക്ഷത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകുകയുള്ളൂ. പുരുഷാവകാശ കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്ന പല ആവശ്യങ്ങളിലൊന്നാണ് ബസ്സുകളിൽ അവർക്ക് പ്രത്യേക സീറ്റ് വേണം. അവർ ശക്തമായി പലയിടത്തും ആവശ്യം ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ പുരുഷന്മാർക്ക് പ്രത്യേക ഇടം, സ്ത്രീകൾക്ക് പ്രത്യേക ഇടം, കുട്ടികൾക്ക് പ്രത്യേക ഇടം, അതിൽ തന്നെ വൃദ്ധകൾക്ക് പ്രത്യേക ഇടം, വൃദ്ധന്മാർക്ക് പ്രത്യേക ഇടം എന്ന് വേർതിരിച്ചത് കൊണ്ടൊന്നും ഒരു പ്രശ്നങ്ങൾ തീരുകയില്ല. അത് വീണ്ടും നിങ്ങൾക്കിടയിലുള്ള മതിലുകൾ കൂട്ടുകയേ ഉള്ളൂ. നേരെ തിരിച്ച് എല്ലാവർക്കും ഒരു പൊതു ഇടം എന്ന രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത്തരം ഒരു പൊതുയിടത്ത് ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പൊതുയിടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ, അതായത് ഇരിക്കാൻ ആവശ്യമായ ഒരു സ്ത്രീ വരുമ്പോൾ പുരുഷൻ എഴുന്നേറ്റ് കൊടുക്കുകയും നേരെ അതുപോലെ തന്നെ ഇരിപ്പിടം ആവശ്യമായ ഒരു വൃദ്ധനായ ഒരു രോഗിയായ പുരുഷൻ വരുമ്പോൾ സ്ത്രീ എഴുന്നേറ്റ് കൊടുക്കുകയും ഒരു ഗർഭിണിയായ സ്ത്രീ ഇല്ലെ ഒരു കുട്ടിയെ ചുമന്നുകൊണ്ട് ഒരു സ്ത്രീ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അത് കാണുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുന്ന സൗഹൃദപരമായ ഒരു സമൂഹമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. മലയാളിയുടെ മഹത്വം ലോകത്തോളം പ്രശസ്തമാണ്. പല കാര്യങ്ങളിലും ലോകത്തിൽ നമ്മളെ അടയാളപ്പെടുത്തി കഴിഞ്ഞവരാണ്. ഇത്തരം ഒരു സമൂഹം ഉണ്ടാക്കുന്നതിലാണ് ഇനി നമ്മളെ അടയാളപ്പെടുത്തേണ്ടത്. അല്ലാതെ നമ്മൾ കമ്മീഷനുകൾ ഉണ്ടാക്കി സ്ത്രീകളോട് മല്ലടിക്കാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. വിമൺ ഈസ് എ വീക്കർ സെക്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുയിടങ്ങളിൽ നമ്മൾ സുരക്ഷിതത്വം ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാനത്തെ നമ്മൾ സുരക്ഷിതമാക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു ബോധത്തിലോട്ട് വരികയാണ്. അല്ലാതെ ഓരോ പ്രായക്കാർക്കും ഓരോ കാറ്റഗറിയിൽപ്പെട്ടവർക്കും മതിൽ കെട്ടി തിരിച്ചുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ ഒരിക്കലും പ്രാവർത്തികമല്ല, അത് ഗുണകരവുമല്ല. അതുകൊണ്ട് ആരോഗ്യപരമായ സൗഹൃദപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതുപോലെ ദീപക്കനെ പോലെയുള്ള രക്തസാക്ഷികൾ ഇനിയും, അതായത് അവഹേളനത്തിൻ്റെ
രക്തസാക്ഷികൾ ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കും. അല്ലാതെ ചില മണ്ടന്മാർ പറയുന്നത് പോലെ, ചില ഞരമ്പുകൾ വിളിച്ചു പറയുന്നത് പോലെ ഇവിടെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചിരിക്കുകയല്ല, അവർക്കെതിരെ കമ്മീഷനുകൾ ഉണ്ടാക്കിയല്ല വേണ്ടത്. നേരെ മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുപ്രശ്നത്തെ കണ്ടുപിടിക്കുകയും അതിനെ നമ്മൾ പരിഹരിക്കുക, അതിലൂടെ ബാക്കി എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയമായ ഒരു സമീപനമാണ് നമുക്കിവിടെ വേണ്ടത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഷിംജിത കുറ്റവാളിയാണോ? ദീപക് കൊല്ലപ്പെട്ടത് ഷിംജിക്ക് അതിന്റെ വ്ലോഗ് കാരണമാണോ? ഇതൊക്കെ കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും തെളിയിക്കട്ടെ. പക്ഷെ ഇവിടെ സൗഹൃദപരമായ ഒരു സമൂഹം ഉണ്ടാവണം. സ്ത്രീക്ക് സ്വാതന്ത്ര്യമായിട്ട് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകണം. സ്ത്രീകളോട് കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്ന പുരുഷന്മാരുണ്ടാകണം. സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് ഒരു സഹായത്തിനെത്തുന്ന ഒരു പുരുഷന്മാരുടെയും സമൂഹം ഇവിടെ ഉണ്ടാകണം. അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ തന്നെ പുരുഷന്മാരോടുള്ള സ്ത്രീകളുടെ കാഴ്ചപ്പാട് മാറും. അപ്പോൾ ഇത്തരം വ്ലോഗുകൾക്ക് സ്ഥാനമില്ലാതെയാകും. അങ്ങനെ ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായെങ്കിൽ മാത്രമേ പുരുഷന്മാർക്ക് ഇന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ പുരുഷന്മാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും വയോജനങ്ങൾക്ക് വേണ്ടിയും എല്ലാം പ്രത്യേകം കമ്മീഷനുകൾ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അത് മാത്രമല്ല, പലരും പറയും ഉടനെ പോലീസിൽ കേസ് കൊടുത്താൽ എന്താ, പോലീസിൽ വിളിച്ച് പറയാമല്ലോ. അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മളൊരു പെൺകുട്ടിയെ ഒരാൾ ശല്യപ്പെടുത്തുന്നത് കാണുന്നു, അവൾ പ്രതികരിക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അങ്ങോട്ട് പോയി അവർ 2 പൊട്ടിയിൽ കൊടുത്ത് അവിടെ സംഭവം കഴിഞ്ഞു. പിന്നെ 1-2 സംഭവങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുമോ സമൂഹം പ്രതികരിക്കും. പിന്നെ ഈ ഞരമ്പന്മാർ പതുക്കെ പത്തി താഴ്ത്തിക്കോളും, തനിയെ താഴ്ത്തിക്കോളും. അല്ലാതെ ഇതിനൊന്നും ഒരു കോടതിയിൽ പോയി കേസ് കൊടുത്ത് വർഷങ്ങളോളം നടക്കുക എന്നൊന്നും പറയുന്നത് പ്രായോഗികരമായ കാര്യങ്ങളല്ല. ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സമൂഹമാണ്. അപ്പം അങ്ങനെ ആരോഗ്യപരമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകട്ടെ, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.